ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ 28, 29 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. PSC എക്സാമുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള SCERT സിലബസുകൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കുവാൻ വേണ്ടി ടാലന്റിന്റെ SCERT അറിവിടം ബുക്കുകൾ ഇപ്പോൾ ലഭ്യമാണ്. സയൻസും സോഷ്യൽ സയൻസുമായിട്ടാണ് ഈ ബുക്കുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. അപ്പോൾ ഇതിൽ ഫുൾ SCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ടീച്ചേഴ്സ് ടെസ്റ്റും ലേണിംഗ് റൂമും ക്വസ്റ്റ്യൻ ബാങ്കും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ബുക്കുകൾ ഉടൻ തന്നെ സ്വന്തമാക്കി നല്ല രീതിയിൽ പഠിക്കുക. എല്ലാ PSC എക്സാമുകളിലും ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള ആനുകാലികത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുവാൻ കറണ്ട് അഫയേഴ്സ് ബുക്ക് ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ബുക്ക് സ്വന്തമാക്കുക. ആനുകാലികത്തിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടുക. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ്. അടുത്തിടെ BWF അത്ലറ്റ് കമ്മീഷൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്ന് നോക്കാം. അപ്പോൾ ഓർത്ത് വെക്കുക, PV സിന്ധു ആണ്. ആരാണ്? PV സിന്ധു ആണ് ഈ ഒരു പൊസിഷനിലേക്ക് അപ്പോയിൻമെന്റ് ആവുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഏത് പൊസിഷനിലേക്കാണ്? BWF-ന്റെ ആണ്, ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ അത്ലറ്റ് കമ്മീഷൻ ചെയർമാനായിട്ടാണ് PV സിന്ധു അപ്പോയിൻമെന്റ് ആവുന്നത്. ഇനി ഏത് കാലയളവിലേക്കാണ് അപ്പോയിൻമെന്റ് ആവുന്നതെന്ന് കൂടി നമുക്ക് പഠിച്ചു വെക്കാം. 2026-29 കാലയളവിലേക്കാണ് 2026-29 കാലയളവിലേക്കാണ് ഈ ഒരു പൊസിഷനിൽ അപ്പോയിൻമെന്റ് ആവുന്നത്. ആരാണ് നമ്മൾ പറഞ്ഞു? PV സിന്ധു ആണ്. ഇനി PV സിന്ധു ആരാണെന്ന് നമുക്കറിയാം. 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവായിട്ടുള്ള വ്യക്തിയാണ്, അതേപോലെ ലോക ചാമ്പ്യൻ ആയിട്ടുള്ള വ്യക്തിയുമാണ്. അപ്പോൾ PV സിന്ധു ആണ് ഈ ഒരു പൊസിഷനിലേക്ക് വന്നിട്ടുള്ളത്. BWF-ന്റെ അത്ലറ്റ് കമ്മീഷൻ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്താലി ഭാഷയിലുള്ള ഇന്ത്യൻ ഭരണഘടന പുറത്തിറക്കിയിരിക്കുകയാണ്. ഏത് ഭാഷയാണെന്ന് ഓർത്ത് വെക്കുക, സന്താലി ഭാഷയിലുള്ള ഒരു ഭരണഘടനയുടെ പതിപ്പാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി ഈ ഭാഷ ഏത് ലിപിയിലൂടെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്, അതായത് ഈ ഒരു ഭരണഘടന എഴുതപ്പെട്ടിട്ടുള്ള ലിപി ഏതാണെന്ന് കൂടി ഓർത്ത് വെക്കാം. അത് ഓൾ ചികി എന്നുള്ള ഒരു ലിപിയാണ്. എന്താണ്? ഓൾ ചികി എന്നുള്ള ലിപിയാണ്. അപ്പോൾ ഈ ലിപിയാണ് എന്താണ് ഈ ഒരു സന്താലി ഭാഷ എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന ലിപി ാണ് ഓൾ ചികി എന്നുള്ള ഈ ഒരു ലിപി. അപ്പോൾ ഇതിലൂടെയാണ് ഭരണഘടന അടുത്തിടെ എഴുതപ്പെട്ടത്. അപ്പോൾ ഈ ഒരു പതിപ്പ് എന്താണ്? നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു പുറത്തിറക്കിയിരിക്കുകയാണ്. ഇനി ഒരു ലിപിയെ കുറിച്ച് പറഞ്ഞു. എന്നാണ് ഈ ഒരു ലിപി വികസിപ്പിച്ചത്? 1925 വികസിപ്പിച്ച ഒരു ലിപിയാണെന്നാണ് ഓൾ ചികി എന്നുള്ള ഈ ഒരു ലിപി. ഇത് വികസിപ്പിച്ചത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. രഘുനാഥ് മുർമു ആണ് ഇത് വികസിപ്പിച്ചിട്ടുള്ളത്. ഇനി ഭാഷയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഏത് ഭാഷയിലുള്ള ഭരണഘടനയാണ് പുറത്തിറക്കിയത്? സന്താലി ഭാഷയിലുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ പതിപ്പാണ് പുറത്തിറക്കിയത്. ഈ ഒരു ഭാഷ 2003 92ാം ഭേദഗതിയിലൂടെ നമ്മുടെ ഭരണഘടനയുടെ 8ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ ഭാഷകളിൽ ഒന്നാണ്. എന്താണ്? സന്താലി എന്നുള്ള ഈ ഒരു ഭാഷ എന്നാണ് 2003 വന്നിട്ടുള്ള 92ാമത്തെ ഭേദഗതിയിലൂടെ നമ്മുടെ ഭരണഘടനയുടെ 8ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ ഭാഷകളിൽ ഒന്നാണ്. അപ്പോൾ ഇതേപോലെ ഉൾപ്പെടുത്തപ്പെട്ട ഈ ഒരു ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തപ്പെട്ട മറ്റു 3 ഭാഷകൾ കൂടി നമുക്ക് ഓർത്തു വെക്കാം. ബോഡോ, ഡോഗ്രി, അതേപോലെ മൈഥിലി തുടങ്ങിയ ഭാഷകളും ഈ ഒരു ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തപ്പെട്ടവയാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഏത് ലാംഗ്വേജിലൂടെയാണെന്ന് ഓർത്ത് വെക്കുക. സന്താലി എന്നുള്ള ഭാഷയിലൂടെയാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി സന്താൾ എന്നുള്ള വിഭാഗം, ഗോത്ര വിഭാഗം അവരുടെ ഈ ഒരു ലാംഗ്വേജ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ദ്രൗപദി മുർമു ഏത് വിഭാഗത്തിൽ നിന്നുള്ളതാണ്? ഈ ഒരു സന്താൾ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ദ്രൗപദി മുർമു. അപ്പോൾ ഓർത്ത് വെക്കുക, നമ്മളിപ്പോൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്താലി ഭാഷയിലുള്ള ഇന്ത്യൻ ഭരണഘടന പുറത്തിറക്കിയിരിക്കുകയാണ്. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. നാഷണൽ ഇന്റൽ ഗ്രിഡിനെ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു നാഷണൽ ഇന്റൽ ഗ്രിഡ് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം ഒന്ന് ചർച്ച ചെയ്യാം. അതായത് ഈ ഒരു ഗ്രിഡ് പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പോലീസിനും അതേപോലെ മറ്റ് അന്വേഷണ ഏജൻസികൾക്കും സർക്കാർ അതേപോലെ സ്വകാര്യ ഡേറ്റാബേസ് തത്സമയം തന്നെ ആക്സസ് ചെയ്യാൻ കഴിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്താണ് ഈ ഒരു നാഷണൽ ഇന്റൽ ഗ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററുമായിട്ട് ബന്ധിപ്പിക്കാൻ പോവുകയാണ്. ഇതിലൂടെ കൂടുതൽ വിവരങ്ങൾ ഈ ഒരു പോലീസുകാർക്കും അതേപോലെ മറ്റ് അന്വേഷണ ഏജൻസികൾക്കും ലഭിക്കുന്നതായിരിക്കും. ഇത് വളരെ സുരക്ഷിതമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് വെക്കുക, അടുത്ത് തന്നെ ഈ ഒരു നാഷണൽ ഇന്റൽ ഗ്രിഡിനെ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററുമായിട്ട് ബന്ധിപ്പിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ജമ്മു കാശ്മീരിൽ 260 മെഗാവാട്ട് ശേഷിയുള്ള ദുൽഹസ്തി സ്റ്റേജ് 2 ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമാവുന്ന നദി ഏതെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കാം, ചെനാബ് നദിയിലാണ്. എവിടെയാണ്? ചെനാബ് നദിയിലാണ് ഈ ഒരു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമാകാൻ പോകുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് 260 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ജലവൈദ്യുത പദ്ധതിയാണ്. ദുൽഹസ്തി സ്റ്റേജ് 2 ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഏത് നദിയിലാണ് ഇത് സ്ഥാപിതമാവുന്നത്? ചെനാബ്
നദിയിലാണ് ഈ ഒരു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമാവുന്നത്? അപ്പോൾ നമുക്കറിയാം, നമ്മൾ ചർച്ച ചെയ്തതാണ്, പലതവണ ചർച്ച ചെയ്തതാണ്, പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നതാണ് പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നത്. എന്താണ്? സിന്ധു നദീജല കരാർ. അപ്പോൾ ഇതെന്താണ്, ഈ താൽക്കാലികമായിട്ട് ഇന്ത്യ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്, അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ തുടർന്നാണ് എന്താണ് പുതിയ ഈ ഒരു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമാവുന്നത്. ഏത് നദിയിലാണ് സ്ഥാപിതമാവുന്നതെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ചെനാബ് നദിയിലാണ് പദ്ധതി സ്ഥാപിതമാവുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ തുരങ്കം നിലവിൽ വന്നത് എവിടെയെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ചൈനയിലാണ്. എന്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ തുരങ്കമാണ്, എക്സ്പ്രസ് വേ ടണലാണ് നിലവിൽ വന്നിരിക്കുന്നത്. ചൈനയിലാണ് നിലവിൽ വന്നതെന്ന് നമ്മൾ പറഞ്ഞു. എങ്കിൽ ഈ തുരങ്കത്തിന് നൽകിയിരിക്കുന്ന പേര് കൂടി നമുക്കൊന്ന് ഓർത്തു വെക്കാം. ടിയാങ് ഷാൻ. എന്താണ് ഓർത്തു വെക്കുക? ടിയാങ് ഷാൻ എന്ന് ഓർത്തു വെക്കുക. ടിയാങ് ഷാൻ ഷെങ്ലി എന്നാണ് ഈ ഒരു തുരങ്കത്തിന് നൽകിയിരിക്കുന്ന പേര്. അപ്പോൾ എന്താണ് പ്രത്യേകത? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ തുരങ്കമാണിത്. എങ്കിൽ ഈ തുരങ്കത്തിന്റെ നീളം എത്രയാണെന്ന് കൂടി ഓർത്തു വെക്കുക. 22.13 കിലോമീറ്റർ ആണ്. എത്രയാണ്? 22.13 കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു തുരങ്കത്തിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു തുരങ്കം എവിടെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. ചൈനയിലെ സിൻജിയാങ്. ഓർത്തു വെക്കുക, സിൻജിയാങ് ഉയ്ഗൂർ മേഖലയിലാണ്. സ്വയംഭരണ മേഖലയിലാണ് ഈ ഒരു ടണൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ തുരങ്കമാണിത്. അടുത്തത് നമ്മൾ നോക്കുന്നത് 2026 വർഷത്തെ ഏതൊക്കെ അന്താരാഷ്ട്ര വർഷങ്ങളായിട്ട് ആണ് നമ്മൾ നോക്കുന്നതെന്നാണ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്തായാലും 2026 തുടങ്ങാൻ പോകുകയാണ്. ആ സ്ഥിതിക്ക് നമുക്കൊന്നുകൂടി റിമൈൻഡ് ചെയ്ത് പഠിച്ചു വെക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായിട്ട് ആചരിക്കുന്നുണ്ട്. എന്താണ്? 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇന്റർനാഷണൽ ഇയർ ഓഫ് ദി വുമൺ ഫാമേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്താ, ഏത് വർഷമാണ് ആചരിക്കുന്നത്? 2026 എന്താണ് അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായിട്ടാണ് ആചരിക്കുന്നത്. അതേപോലെ തന്നെ സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷമായിട്ടും എന്താണ് ആചരിക്കുന്നുണ്ട്. സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ടുള്ള സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷമായിട്ടും 2026 നമ്മൾ ആചരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്നാണ് മേച്ചിൽപ്പുറങ്ങളുടെയും അതായത് റേഞ്ച് ലാൻഡ്സിന്റെയും അതേപോലെ ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷമായിട്ടും 2026 ആചരിക്കുന്നു. അപ്പോൾ 3 പ്രത്യേകതകളാണ് ഇതുവരെ 2026 വന്നിട്ടുള്ളത്. 3 പ്രത്യേകതകളാണുള്ളത്. 2026 അന്താരാഷ്ട്ര വർഷങ്ങളായിട്ട് ആചരിക്കുന്ന 3 പ്രത്യേകതകൾ നമ്മൾ നോക്കി. അപ്പോൾ എന്തൊക്കെയാണ്? മേച്ചിൽപ്പുറങ്ങളുടെയും അതേപോലെ ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം, അതേപോലെ സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ടുള്ള സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം, അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം എന്നിങ്ങനെയൊക്കെ ആചരിക്കുന്നത് ഏത് വർഷമാണെന്ന് ഓർത്തു വെക്കുക. 2026 വർഷത്തെയാണ് അങ്ങനെ ആചരിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് സൊമാലിലാൻഡിനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ട് ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യത്തെ രാജ്യം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ഇസ്രായേലാണ്. സൊമാലിലാൻഡ് എന്നുള്ള ഈ ഒരു രാജ്യത്തെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലൊരു അംഗീകാരം നൽകുന്ന ഇല്ലെങ്കിൽ ഇത്തരത്തിൽ അംഗീകരിച്ച ആദ്യത്തെ രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ അംഗീകരിച്ചതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിലൂടെ ഇസ്രായേലിന് പല ഭാഗത്തു നിന്നും എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിച്ചു വെക്കാം ഏത് പ്രദേശത്തെയാണ് അല്ലെങ്കിൽ ഏത് രാഷ്ട്രത്തെയാണെന്ന് ഓർത്തു വെക്കുക. സൊമാലിലാൻഡിനെയാണ് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ടാണ് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അംഗീകാരം നൽകിയ ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അടുത്തത് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരു അന്തർവാഹിനിയിൽ സഞ്ചരിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്തിടെ ഇന്ത്യൻ രാഷ്ട്രപതി സഞ്ചരിച്ച ഫ്രണ്ട് ലൈൻ അന്തർവാഹിനി ഏതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓർത്തു വെക്കുക, INS വാഗ്ഷീർ ആണ്. ഏതിലാണ്? INS വാഗ്ഷീറിലാണ് അടുത്തിടെ ദ്രൗപദി മുർമു സഞ്ചരിച്ചത്. അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക. രണ്ടാമത്തെ രാഷ്ട്രപതിയാണ്, അതായത് ഒരു അന്തർവാഹിനിയിൽ സഞ്ചരിക്കുന്ന രണ്ടാമത്തെ രാഷ്ട്രപതിയാണ്. ആരാണ്? ദ്രൗപദി മുർമു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇന്ത്യൻ നിലവിലെ രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമു ഇത്തരത്തിലൊരു അന്തർവാഹിനിയിൽ സഞ്ചരിക്കുന്ന രണ്ടാമത്തെ രാഷ്ട്രപതിയാണ്. അപ്പോൾ ഏത് അന്തർവാഹിനിയിലാണ് സഞ്ചരിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. INS വാഗ്ഷീറിലാണ് സഞ്ചരിച്ചത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? അത് APJ അബ്ദുൽ കലാം ആണ്. ഒരു അന്തർവാഹിനിയിൽ സഞ്ചരിക്കുന്ന ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരാണ്? അത് APJ അബ്ദുൽ കലാം ആണ്. രണ്ടാമത്തെ രാഷ്ട്രപതി ആയിരിക്കുകയാണ് ദ്രൗപദി മുർമു.
ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച കൽവാരി ക്ലാസ്, ഓർത്തു വെക്കുക, കൽവാരി ക്ലാസ് അന്തർവാഹിനിയിലാണ്. കൽവാരി ക്ലാസ് അന്തർവാഹിനിയായിട്ടുള്ള INS വാക്ഷീറിലാണെന്നാണ് നമ്മുടെ ദ്രൗപദി മുർമു സഞ്ചരിച്ചത്. മാത്രമല്ല ഈ ഒരു കൽവാരി ക്ലാസ്സിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ കൽവാരി ക്ലാസ് അന്തർവാഹിനിയിൽ സഞ്ചരിക്കുന്ന ആദ്യത്തെ രാഷ്ട്രപതിയാണ് എന്താണ് ദ്രൗപദി മുർമു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അന്തർവാഹിനിയിൽ സഞ്ചരിക്കുന്ന രണ്ടാമത്തെ രാഷ്ട്രപതിയാണ്, എന്നാൽ കൽവാരി ക്ലാസ് അന്തർവാഹിനിയിൽ സഞ്ചരിക്കുന്ന ആദ്യത്തെ രാഷ്ട്രപതിയും ആരാണ്? അത് ദ്രൗപദി മുർമു ആണ്. ഇനി അന്തർവാഹിനിയെ സഞ്ചരിച്ച ആദ്യത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആണെന്ന് പറഞ്ഞു. അത് ഏത് വർഷമാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നമുക്ക് പഠിച്ചു വെക്കാം. 2006 2006 വിശാഖപട്ടണത്താണ് അദ്ദേഹം എന്താണ് ഈ ഒരു യാത്ര ആരംഭിച്ചത്. അപ്പോൾ അത് APJ അബ്ദുൽ കലാം ആയിരുന്നു. ഇനി രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണെന്ന് ഓർത്തു വെക്കുക, ദ്രൗപദി മുർമു ആണ്. ഇനി സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ചന്ദ്രനിലെ ആണവോർജ്ജ നിലയം സ്ഥാപിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ്? ഓർത്തു വെക്കാം, റഷ്യയാണ് ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. എവിടെയാണെന്ന് ഓർത്തു വെക്കുക, ചന്ദ്രനിലാണ്. ചന്ദ്രനിൽ എന്താണ് ആണവോർജ്ജ നിലയം എന്താണ് സ്ഥാപിക്കാനാണ് പദ്ധതി ഇടുന്നത്. 2036 കൂടി ഓർത്തു വെക്കുക, 2036 കൂടി ഇത് സാധ്യമാക്കാനാണ് റഷ്യ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ഏത് രാജ്യമാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്? റഷ്യയാണ്. എവിടെയാണെന്ന് ഓർത്ത് വെക്കുക, ചന്ദ്രനിലാണ് ആണവോർജ്ജ നിലയം സ്ഥാപിക്കാനുള്ള പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത്. 2036 കൂടി ഇത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്തിടെ വനിതാ T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയ താരം ആരെന്നാണ്? അപ്പോൾ ഓർത്തു വെക്കുക, ലോറ ഹാരിസ് ആണ്. ആരാണ്? ലോറ ഹാരിസ് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണ്? T20യിലാണ് വനിതാ T20 ക്രിക്കറ്റിലാണ് ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറിയാണ് നേടിയിരിക്കുന്നത്. 15 ബോളിലാണ് ഈ ഒരു അർദ്ധ സെഞ്ചുറി നേടിയത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. എന്താണ്? 15 ബോളിലാണ് അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുന്നത്. ഏത് താരമാണ് നമ്മൾ പറഞ്ഞോ? ലോറ ഹാരിസ് ആണ്. എങ്കിലും ഈ ഒരു നേട്ടം ഇതിനു മുമ്പ് കൈവരിച്ച ഒരു വ്യക്തി കൂടിയുണ്ട്. അതാണെന്ന് ഓർത്തു വെക്കുക, മേരി കെല്ലിയാണ്. ആരാണ്? മേരി കെല്ലിയാണ്. അപ്പോൾ മേരി കെല്ലിയും എന്താണ് ഈ ഒരു നേട്ടം കൈവരിച്ച വ്യക്തിയാണ്. അതായത് 15 ബോളിൽ എന്താണ് അർദ്ധ സെഞ്ചുറി നേടിയ വ്യക്തി കൂടിയാണ്. അപ്പോൾ മേരി കെല്ലിയുടെ ഈ ഒരു റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ് ലോറ ഹാരിസ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അതായത് വനിതാ T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി എന്നുള്ള നേട്ടം എന്താണ് മേരി കെല്ലി കൈവരിച്ചിരുന്നു. അത് 15 ബോളിൽ എന്താണ് ഈ ഒരു അർദ്ധ സെഞ്ചുറി ആയിരുന്നു. അതിനൊപ്പം എത്തിയിരിക്കുകയാണ്, ആ ഒരു റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ് ലോറ ഹാരിസും. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഹോൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ താരം ആരെന്നാണ്? അപ്പോൾ ഓർത്ത് വെക്കുക, ബ്രെറ്റ് ലീ ആണ്. ആരാണ്? ബ്രെറ്റ് ലീ ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണെന്ന് ഓർത്ത് വെക്കുക, ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഹോൾ ഓഫ് ഫെയിമിലാണ് അദ്ദേഹം ഇടം നേടിയിരിക്കുന്നത്. ഏത് താരമാണെന്ന് ഓർത്ത് വെക്കുക, ബ്രെറ്റ് ലീ ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ വരുന്ന കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LGS റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഒരൊറ്റ പൊളിയത്തിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ലഭ്യമാവുന്ന ഈ ഒരു റാങ്ക് ഫയൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഫുൾ NCERT SCERT സിലബസ് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. മുൻവർഷ ചോദ്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ റാങ്ക് ഫയൽ വാങ്ങി പഠിച്ചു തുടങ്ങുക. ഇനി 2026 വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കുവാൻ വേണ്ടി ടാലന്റ് അക്കാദമി ഇതിനു വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോള്യങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. മുൻവർഷ ചോദ്യങ്ങളും അതേപോലെ SCERT NCERT പാഠഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രിലിംസിനും അതേപോലെ മെയിൻസിനും വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ റാങ്ക് ഫയൽ കൊണ്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകളിൽ ഉയർന്ന റാങ്കുകൾ നേടുവാൻ ഉടൻ തന്നെ ഈ റാങ്ക് ഫയലുകൾ സ്വന്തമാക്കുക. ടാലന്റിന്റെ പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയും ഈ ബുക്കുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. അടുത്തിടെ BWF അത്ലറ്റ് കമ്മീഷൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്ന് നമ്മൾ നോക്കി. PV സിന്ധു ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്താലി ഭാഷയിലുള്ള ഇന്ത്യൻ ഭരണഘടന പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ സാന്താൽ വിഭാഗം എന്താണ് അവരുടെ ഒരു ലാംഗ്വേജ് ആണ് സന്താലി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ചർച്ച ചെയ്തു. അതെല്ലാം നല്ലതുപോലെ പഠിക്കുക. ശേഷം നമ്മൾ നോക്കിയത് നാഷണൽ ഇന്റർഗ്രിഡിനെ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററുമായിട്ട് എന്താണ് ബന്ധിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള സംവിധാനമാണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ പോലീസിനും അതേപോലെ മറ്റ് അന്വേഷണ ഏജൻസികൾക്കും സർക്കാർ സ്വകാര്യ ഡേറ്റാബേസ് വളരെ സുരക്ഷിതമായിട്ട് തന്നെ തത്സമയം ലഭ്യമാവുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു നാഷണൽ ഇന്റർഗ്രിഡ്. അപ്പോൾ അതിലേക്ക് എന്താണ് നമ്മുടെ ജനസംഖ്യാ രജിസ്റ്ററുമായിട്ട് അത് ബന്ധിപ്പിക്കാനായിട്ട് പോവുകയാണ്. പിന്നീട് നമ്മൾ നോക്കിയത് ഒരു ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. കാശ്മീരിൽ 260 മെഗാവാട്ട് ശേഷിയുള്ള ദുൽഹസ്തി സ്റ്റേജ് 2 ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമാവുന്ന നദി ഏതെന്ന് നമ്മൾ നോക്കി.
നോക്കി ചെനാബ് നദിയിലാണ് ഈ ഒരു ജലവൈദ്യുത പദ്ധതി വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അടുത്തിടെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ തുരങ്കം നിലവിൽ വന്നത് എവിടെയെന്നാണ്. അപ്പോൾ ചൈനയിലാണ് ഇത്തരത്തിലൊരു എക്സ്പ്രസ് വേ തുരങ്കം നിലവിൽ വന്നിരിക്കുന്നത്. എന്താണ് പ്രത്യേകത എന്ന് നോട്ട് ചെയ്യുക. ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ തുരങ്കമാണ് നിലവിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നോക്കിയത് 2026 അന്താരാഷ്ട്ര വർഷങ്ങൾ ഏതൊക്കെയെന്നാണ് നോക്കിയത്. അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം, അതേപോലെ സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ടുള്ള സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം, മേച്ചൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം എന്നിങ്ങനെയാണ് 2026 നമ്മൾ ആചരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് സൊമാലിലാൻഡിനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യത്തെ രാജ്യം ഏതെന്നാണ്. അപ്പോൾ ഇസ്രായേലാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. അടുത്തിടെ ഇന്ത്യൻ രാഷ്ട്രപതി സഞ്ചരിച്ച ഫ്രണ്ട് ലൈൻ അന്തർവാഹിനി ഏതെന്നാണ്. INS വാഗ്ഷീർ ആണ്. അപ്പോൾ എന്താണ് പ്രത്യേകത? ഒരു അന്തർവാഹിനിയിൽ സഞ്ചരിക്കുന്ന രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ആദ്യത്തെ രാഷ്ട്രപതി നമ്മൾ പറഞ്ഞു APJ അബ്ദുൽ കലാം ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ചന്ദ്രനിൽ ആണവോർജ്ജ നിലയം സ്ഥാപിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ്. റഷ്യയാണ്. 2036 കൂടി ഒരു പദ്ധതി പൂർത്തീകരിക്കാനായിട്ടാണ് ലക്ഷ്യമിടുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് അടുത്തിടെ വനിതാ T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയ താരം ഏതെന്നാണ്. അപ്പോൾ ലോറ ഹാരിസ് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. മേരി കെല്ലിയുടെ റെക്കോർഡിനൊപ്പമാണ് എത്തിയിരിക്കുന്നത്. 15 ബോളിൽ നിന്നാണ് അർദ്ധ സെഞ്ചുറി നേടിയത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഹോൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ താരം ആരെന്നാണ്. ബ്രെറ്റ് ലീ ആണ്. എന്താണ് നേട്ടം കൈവരിച്ചിരിക്കുന്നത്? ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഹോൾ ഓഫ് ഫെയിമിലാണ് ഇടം നേടിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്. രാജ്യത്തെ ആദ്യ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ്. ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി ഒഡീഷ, ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ്. അടുത്ത ചോദ്യം ഇതാണ്. 2025 ജനുവരി 1 മുതൽ കിംബർലി പ്രോസസ് എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ അധ്യക്ഷത ഏറ്റെടുക്കുന്ന രാജ്യം ഏതെന്നാണ്. ഓപ്ഷൻ എ ഇറാൻ, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി USA. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 78ാമത് കരസേനാ ദിനാഘോഷത്തിന്റെ വേദി എവിടെയെന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. ജയ്പൂരിൽ വെച്ചാണ് ഈ ഒരു ദിനാഘോഷം നടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 2025 ഡിസംബറിലെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ്. ഇന്ത്യയുടെ സ്ഥാനം 142 ആണ്. ഡി ഓപ്ഷനാണ് ശരിയുത്തരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.